നാട്ടിലെവിടെ? നാട്ടിലെവിടെ? കൊല്ലം. അല്ല, നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ പറ ബ്രോ, അത് കുഴപ്പമില്ല ப்ரோ. இது தெட்டானு ப்ரோ. இது ஒரு டீச்சர் இல்ல. நீ சொல்றது ஓகே. சொல்லி கொடுக்குற இடத்துல இருக்கான் இவன். எத்தனை பேருக்கு சொல்லி கொடுக்குற இடத்துல இருக்கான். എതുമേ സൊല്ലാൻ കൂടെ അടിച്ചിരിക്കും. എന്നും കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ എന്നൊരു വെറൈറ്റി പിടിച്ചേക്കാം. അങ്ങ് തമിഴ്നാട് കോയമ്പത്തൂരിൽ നടന്നൊരു സംഭവത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ പേടിക്കേണ്ട, ഈ സംഭവത്തിന്റെ മെയിൻ കഥാപാത്രം ഒരു മലയാളി തന്നെയാണ്. കോയമ്പത്തൂരിൽ പോയി കുൽസിതം കാണിച്ച് അണ്ണന്മാരുടെ കയ്യിൽ നിന്ന് മോന്തക്കടി കിട്ടിയ ഒരു മലയാളിയുടെ കഥയാണ് സുഹൃത്തുക്കളെ ഇത്. അതുകൊണ്ട് എല്ലാവരും മുഴുവനും കാണാൻ ശ്രമിക്കുക. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ തമിഴ്നാട്ടിൽ സുഹൈൽ വ്ലോഗർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. ഫാമിലി വ്ലോഗർ ആണെന്ന് തോന്നുന്നു. 2.5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരൻ. അപ്പൊ ഈ പറഞ്ഞ സുഹൈൽ എന്താക്കി, ഒരു ദിവസം തന്റെ കൂട്ടുകാരനെ വിളിച്ച് കാറിൽ കയറ്റി കോയമ്പത്തൂരിലെ പല സ്ഥലങ്ങളിലേക്കും കറങ്ങാൻ പോയി. പ്രധാനമായും കോയമ്പത്തൂരിലെ ഹൈവേകളിലൂടെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഇവരുടെ യാത്രയ്ക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സുഹൈൽ ഈ വഴികളിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ ആ വഴികളിലൂടെ പോകുന്നുവോ അപ്പോഴൊക്കെ ഈ വഴിയോരങ്ങളിൽ കസ്റ്റമേഴ്സിനെ കാത്തു നിൽക്കുന്ന സെക്സ് വർക്കേഴ്സിനെ സുഹൈൽ കാണാറുണ്ട്. കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് ആയിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും ഇപ്പോഴും ഭൂരിഭാഗം പേരും ഇതുപോലെ സെക്സ് വർക്കൊക്കെ ചെയ്ത് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. കമ്പാരിറ്റീവ്ലി കുറച്ച് പേർക്ക് മാത്രമേ സമൂഹത്തിൽ ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരിൽ പലരും ഇപ്പോഴും അരാജകമായിട്ടുള്ള ജീവിതം തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഹൈവേകളിലൂടെ യാത്ര ചെയ്യവേ ഇങ്ങനെ സുഹൈൽ ഒരുപാട് സെക്സ് വർക്കേഴ്സിനെ കാണുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ വിഷയത്തിൽ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വെച്ച് ഇവൻ കൂട്ടുകാരനെയും കൂട്ടി കാർ എടുത്തിറങ്ങുന്നത്. പ്രതീക്ഷ പോലെ തന്നെ വയോരങ്ങളിലൊക്കെ ഇവർ ഇഷ്ടംപോലെ സെക്സ് വർക്കേഴ്സിനെ കണ്ടുമുട്ടി. അതിലൊരാൾ ഇവരെ കൈ കാണിച്ചു നിർത്തി താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. വണ്ടി എടുത്തിട്ട് വാ. ആമാ വാ. எதுக்கு? சீக்கிரம் பார்த்துட்டு வா. வரீங்களா? எவ்வளோ சார்ஜ் பண்ணுறீங்க? அப்படியா அம்மா இது ஓப்பன். எவ்வளோ சார்ஜ் பண்ணுறீங்க? எதுக்கு? எல்லாமே பண்ணுவோம். எல்லாமே பண்ணுவோம். வேண்டாம். கம்மி பண்ணிக்கலாம் வாங்க. வேணாம் பிரச்சனை. பையன் என்னடா நடக்குது? எனக்கு கை காலெல்லாம் நடுங்குதுடா. ஐயோ. ഓക്കെ, അതൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. 500 രൂപയാണ് അവർ റേറ്റ് പറഞ്ഞത്. 500 രൂപയ്ക്ക് എല്ലാം ചെയ്തു തരാമെന്നും പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് വിശദീകരിച്ച് പറയുന്നുണ്ട്. അല്ലെ, ആ ഭാഗത്തെല്ലാം സോയിൽ ബീപ് സൗണ്ട് ഇട്ടിട്ടുണ്ട്. ഇവർ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ റേറ്റ് ഇനിയും കുറച്ച് തരാമെന്നും പറയുന്നുണ്ട്. എന്തായാലും ഓരോരോ അവസ്ഥകളെ വളരെ കുറഞ്ഞ റേറ്റിന് പോലും സ്വന്തം ശരീരം വിൽക്കാൻ തയ്യാറായിട്ടുള്ള മനുഷ്യന്മാർ. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് വല്ല മാന്യമായിട്ടുള്ള തൊഴിലെടുത്ത് ജീവിച്ചൂടെ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ചിലരൊക്കെ സാഹചര്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എത്തിപ്പെടുന്നത്. ചെറുപ്പം തൊട്ട് ഇങ്ങനെ അരാജകമായ ജീവിതശൈലി നയിക്കുന്നവരായിരിക്കും പലരും. പിന്നെ മിക്കവാറും വിദ്യാഭ്യാസവും കുറവായിരിക്കും. അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് ആരും ജോലിയും കൊടുക്കൂലല്ലോ. ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് കണ്ട ആരും പിന്നെ മൈൻഡ് പോലും ചെയ്യൂല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സെക്സ് വർക്കേഴ്സ് ആയി ജീവിക്കേണ്ടി വന്നതിൽ അവരെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് തോന്നുന്നു. സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാവാം. പിന്നെ മുതലെടുപ്പ് നടത്തി ജീവിക്കുന്നവരും ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ആൾക്കാരും ഉണ്ട്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇനിയാണ് നമ്മുടെ കഥാനായകന്റെ എൻട്രി. സുഹൈൽ കാർ നിർത്തിയ ഒരു ട്രാൻസ്ജെൻഡറിനോട് വില പേശുന്നത് കണ്ട നമ്മുടെ മല്ലുബ്രോ എന്ത് കരുതി, ഇവർ താല്പര്യ കക്ഷികളാണെന്ന് കരുതി. അങ്ങനെ ഇവരും ഇവരുടെ കാറിന് കൈ കാണിച്ചു. സുഹൈല് കാറിൽ നിർത്തി. ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. என்ன பண்றான்னு நமக்கு தெரியணும்டா. என்னடா கையில வச்சுக்க, ட்ரௌசர் வேற போட்டு ரொம்ப நேரமா சுத்திட்டு இருக்கான். இவன் என்ன பண்றான்னு சொல்லி தெரியணும். கீழே ரெக்கார்ட் போட்டுக்கோ. அங்க ரெக்கார்ட் போட்டு எப்படி வைக்கிறது? இப்படி வாங்க. ஏங்கண்ணா எது? அவங்க 500 சொன்னாங்க. யார் வருவாங்க? நீங்களா? என்னண்ணா? ஓ வேண்டாம். நீ மலையாளியானோ? ഓക്കെ. കേട്ടല്ലോ, ആള് മലയാളിയാണ്. ഇവൻ കുറെ നേരമായി അവിടെ ട്രൗസറും മുട്ടി ചുറ്റി കറങ്ങുന്നു. ഒന്ന് മുട്ടി നോക്കാമെന്ന് പറഞ്ഞാണ് സുഹൈൽ ഇവന്റെ അടുത്ത് കാർ നിർത്തുന്നത്. ഇവർ ആദ്യം സുഹൈലിനോട് ചോദിച്ചത് നേരത്തെ സംസാരിച്ച ട്രാൻസ്ജെൻഡർ എത്ര പൈസയാണ് ആവശ്യപ്പെട്ടത് എന്നാണ്. സുഹൈൽ 500 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഇവന് താല്പര്യമുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ സുഹൈൽ ചോദിക്കുന്നത് ആളെവിടെ എന്നാണ്. അതായത് സുഹൈൽ കരുതിയത് ഇവൻ ബ്രോക്കർ ആണെന്നാണ്, ഇവന്റെ കയ്യിൽ പെണ്ണും ഉണ്ടാവുമെന്നാണ്. പക്ഷെ ആശാൻ സ്വയം സമർപ്പിക്കാൻ വേണ്ടിയാണ് നട്ടപ്പാതിരൊക്കെ ട്രൗസറും മുട്ട് അവിടെ നിന്നത് എന്ന് വൈകിയാണ് സുഹൈൽ മനസ്സിലാക്കിയത്. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. എന്താ ഈ പണിയിൽ ഇറങ്ങിയത് ഇവിടെ വന്നിട്ട്? സ്റ്റുഡന്റ് ആണോ? ഓഹോ, ഓക്കെ. ഇതൊക്കെ തെറ്റെന്ന് അറിയില്ലേ? അറിയുന്നില്ല. എനിക്ക് നെഞ്ചിൽ അടിക്കൂടി.
ജസ്റ്റ് ഫോർ ഫൺ എന്നൊക്കെ കൊള്ളാലവൻ ആകെ നാറ്റിച്ച് അണ്ണന്മാരുടെ ഇടയിൽ മലയാളികളെ നാറ്റിച്ച് നാശമാക്കി. ട്രാൻസ്ജെൻഡേഴ്സ് പിന്നെ അവരുടെ നിവൃത്തികേട് കൊണ്ട് ഈ പണിക്ക് ഇറങ്ങുന്നതെന്ന് വെക്കാം. പക്ഷെ ഇവന് ഇത് എന്തിന്റെ കേടാണ്? സംസാരം കേട്ടിട്ട് വലിയ പ്രായമൊന്നുമില്ല, നന്നായി സംസാരിക്കുന്നുമുണ്ട്. പോരാത്തതിന് അവിടുത്തെ ഏതോ സ്കൂളിലെ ടീച്ചറുമാണ്. ഇവൻ ആദ്യം കോളേജ് സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നുണ്ടല്ലേ, പക്ഷെ ഇവൻ കോളേജ് സ്റ്റുഡന്റ് അല്ലേ, സ്കൂൾ ടീച്ചറാണ്. അത് ഇവൻ തന്നെ പിന്നീട് പറയുന്നുണ്ട്, കേൾപ്പിച്ചു തരാം. ഏത് കോളേജ്? കോളേജല്ല, സ്കൂള് തന്നെ. സ്കൂളോ? ടീച്ചറാ இருக்கீங்களா? ആഹാ, എന്തായാലും ഒരു സ്കൂൾ ടീച്ചർക്ക് പറ്റിയ പണി തന്നെ. എന്താണ് ഇവന്റെ ഒക്കെ പ്രശ്നം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ എന്തായാലും ഗേ ആണെന്ന് മനസ്സിലായല്ലോ. ഗേ ആണെങ്കിൽ അതിന് പറ്റിയ പാർട്ണറെ കണ്ടെത്തുകയല്ലേ വേണ്ടത്, അല്ലാതെ ഇങ്ങനെ റോഡ് സൈഡിൽ പോയി നിൽക്കുകയാണോ വേണ്ടത്? മറ്റു ജോലികളൊന്നും കിട്ടാത്ത ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെയാണ് ഇവന്? അല്ലല്ലോ, നല്ലൊരു ജോലിയും കാര്യങ്ങളും ഒക്കെ ഇവരുണ്ട്, എന്നിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നതെന്ന് ആലോചിക്കണം. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്താണ് ഇവന്റെ ഒക്കെ പ്രശ്നം? ചുമ്മാ മലയാളികളെ പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളൂ. എന്തായാലും സുഹേൽ ഇവൻ ഒഴിവാക്കി പോകാൻ നിന്നതായിരുന്നു, പക്ഷെ ഇവൻ ഒരു സ്കൂൾ ടീച്ചർ ആണെന്ന് അറിഞ്ഞതോടെ സുഹേലിന്റെ കയ്യിൽ നിന്ന് പോയി. ഇവൻ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എന്തായാലും ബാക്കിയൂടെ കണ്ടോക്കാം. வெரி குட், சூப்பர். போங்க, உங்களை நம்பி வந்துட்டு குழந்தைங்க வேற படிக்கிறாங்கல்ல. இங்க வாங்க, இப்படி வாங்க, வாங்க வாங்க, இப்படி வாங்க. சொல்லுங்க. இங்க வாங்க. சொல்லுங்க அண்ணா. தப்புண்ணா, டீச்சரா இருந்துட்டு இதெல்லாம் பண்றது ரொம்ப தப்பு. அவங்க கிட்ட ஒன்றும் செய்ய மாட்டேன். இப்படி வாங்க, எனக்கு ரொம்ப தூரமா இருக்கு, இப்படி வாங்க. ரிஷாக்கு ப்ரோ, சாரி. இங்க வாங்க. சாரி ப்ரோ, இட்ஸ் ஓகே. வா, 500 தரேங்க, வாங்க. 500 தரேங்க, வாங்க. I don't need money. Just for fun I can, that's all. ഫണ്ണോ? ഓ, എന്തൊരു നന്മമരം. അവന് പൈസ ഒന്നും വേണ്ട പോലും, പൈസക്ക് ഇഷ്ടം പോലെ കയ്യിലുണ്ട്. ഇത് ജസ്റ്റ് ഫോർ ഫൺ, വെറും ഒരു ചാരിറ്റി. ലൈംഗിക ദാരിദ്ര്യം മൂത്ത് നടക്കുന്നവർക്ക് ഒരു കൈത്താങ്. പാവപ്പെട്ട കാമവറിയന്മാരുടെ ആഗ്രഹവും ആവേശവും തീർക്കാൻ സ്വയം ബലി അർപ്പിക്കുന്ന ഒരു മനസ്സിനുടമയാണ് ഈ തെണ്ടി. എന്തൊരു മികച്ച തെണ്ടിയില്ലേ ഇവൻ, ഒന്നും പറയാനില്ല. ജസ്റ്റ് ഫോർ ഫണ്ണിനാണത്രേ. പോയി വല്ല മുള്ളുമുറിക്കലും കേരള ചെറുക്ക, അതോടെ തീരും നിന്റെ ഫണ്ണൊക്കെ. എന്തായാലും ബാക്കി നോക്കാം. என்ன பண்ணு? இட்ஸ் ஓகே ப்ரோ. என்ன ஸ்கூலு? வாங்க வாங்க, இட்ஸ் ஓகே ப்ரோ. நீ வாங்க. எந்த ஸ்கூல் நீங்க? எந்த ஸ்கூல்? எந்த ஸ்கூலு? எந்த ஸ்கூலு? Bro, it's okay. I just started, that's all. உங்களுக்குலாம் வெக்கமா இல்லையா? ஸ்கூல்ல டீச்சர்னு சொல்றீங்க. No, if you don't like, just tell that, that's it. டீச்சர் தானே? Yes. டீச்சர் தானே? Yes, உன்னை நம்பி எத்தனை ஸ்டூடெண்ட்ஸ் இருப்பாங்க? Yes, குழந்தைங்க. Yes. தமிழ்ல பேசுடா. புரிஞ்சாச்சு. விடுறா. നാട്ടിൽ എവിടെ? നാട്ടിൽ എവിടെ? കൊല്ലം. കൊല്ലം. അല്ല, നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ പറ ബ്രോ, അത് കുഴപ്പമില്ല. ப்ரோ, இது தெറ്റാണ് ப்ரோ. இது ஒரு டீச்சர் இல்ல. நீ சொல்றது ஓகே. சொல்லி கொடுக்குற இடத்துல இருக்கான் இவன். മനസ്സിലായി ബ്രോ. எத்தனை பேருக்கு சொல்லி கொடுக்குற இடத்துல இருக்கான். நம்ம அப்புன்னு ஒண்ணு கொடுக்கணும்னு தோணுது. ஃபர்ஸ்ட் டைம் இங்க வந்து இன்னிங்க உன்னை பார்த்தேன்னு வச்சுக்கோ. எந்த ஸ்கூல்னு சொன்ன? நான் கோயிங் பேக் now. விச் ஸ்கூல்? எவிடென்ட் அதோட உள்ள போனது. வா, இங்க வா. உன்னை ஒரு அடி அடிச்சா இங்க வா, இங்க வா, இங்க வாடா. இங்க வா. சாரி ப்ரோ, சாரி. குழந்தைங்க உன்னை நம்பி குழந்தைங்க இருக்காங்க, சரியா? ஐ வில் நாட் கம். நான் இங்க வர மாட்டேன். இன்னி நீ உன்னை பார்த்தேன்னு வச்சுக்கோ. എതുമേ സൊല്ലാൻ കൂടെ അടിച്ചിരിക്കാൻ പറ്റണം. ടീച്ചറാ. അതൊരു നന്നായി. പടക്കം പൊട്ടുന്ന പോലെയുള്ള ഒന്ന് കിട്ടിയത്. സത്യം പറയാലോ, നീ അത് അർഹിച്ചിരുന്നു മോനെ. ഇതൊക്കെ പിന്നെ ജസ്റ്റ് ഫോർ ഫണ്ണായി കൂട്ടിയാൽ മതി കേട്ടോ. ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഇവനിത് വേണം, കണ്ട വഴി ഓടിച്ചു വിട്ട്. അവന്റെ കുത്തിക്കഴപ്പിനുള്ളത് കിട്ടി, നല്ലൊരു ജോലി ഉണ്ട് അവന്. എന്നിട്ടും ഇങ്ങനെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ വെറും കുത്തിക്കഴപ്പ് കൊണ്ട് തന്നെയല്ലേ? ആണ്, അതുകൊണ്ട് തന്നെയാണ്. അതിനുള്ള മറുപടിയാണ് അവന് കിട്ടിയത്. എല്ലാവരും സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാൾ ചെയ്യേണ്ട പണിയാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ ഇവനിത് കിട്ടിയാൽ പോരാ. ഇതൊരു തമിഴ്നാട്ടുകാരൻ അടിച്ചടിയായിട്ട് നീ കാണണ്ട. എല്ലാ മലയാളികൾക്കും കൂടി വേണ്ടി ഒരു അണ്ണൻ അടിച്ചടിയായിട്ട് കണ്ടാൽ മതി. ഇനി മേലാൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ വേണ്ട, പറഞ്ഞാൽ കൂടി പോകും. അതുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.